നമുക്ക് ആദ്യം തന്നെ ഈ സെറാമിക് കോട്ടിങ്ങിന്റെ ബോക്സും അതിന്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് വാങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം. ഞാനിവിടെ മെറൈൻ പേസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ക്രാച്ച് റിമൂവർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനോടൊപ്പം വരുന്നതാണ് മൈക്രോ ഫൈബർ ബഫിംഗ് ടവൽ വരുന്നുണ്ട്. ഇനി മെയിനായിട്ട് ബോക്സിനുള്ളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. ബോക്സ് ഇതുപോലെ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ളിൽ ഇതുപോലെ അവരുടെ സൂപ്പർ സെറാമിക് കോട്ടിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ രേഖപ്പെടുത്തിയ ഒരു കാറ്റലോഗ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ എങ്ങനെയൊക്കെയാണ് എല്ലാ രീതിയിലാണ് ഇത് നമ്മുടെ ബൈക്കിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് രേഖപ്പെടുത്തിയ, അതിന്റെ പടം അടക്കം രേഖപ്പെടുത്തിയ ഇതുപോലൊരു ഇൻസ്ട്രക്ഷൻ മാനുവല്. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ ഒരു സേഫ്റ്റിക്കായിട്ടൊരു ഗ്ലൗ വന്നിട്ടുണ്ട്. പിന്നെ 2 ആപ്ലിക്കേറ്റർ ക്ലോത്ത് വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇത് വണ്ടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേറ്റർ ക്ലോത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേറ്റർ അതിനോടൊപ്പം വരുന്നുണ്ട്. അവരുടെ ബ്രാൻഡിങ് ഒക്കെ രേഖപ്പെടുത്തി. ഇതിന്റെ ഈ സ്പോഞ്ച് ടൈപ്പുള്ള ഭാഗത്താണ് നമ്മൾ ആപ്ലിക്കേറ്റർ വെക്കേണ്ടത്. പിന്നെ മെയിനായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ സെറാമിക് കോട്ടിങ്ങിന്റെ 30 ml ബോട്ടിലാണ്. ഒരു ബൈക്കിനൊക്കെ ഇത് ധാരാളം മതിയാകും. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ ബൈക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്യണം. ഒന്നെങ്കിൽ ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുപോയി വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പ്രഷർ വാഷർ ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടും അഴുക്കില്ലാത്ത പോലെ വാഷ് ചെയ്തെടുക്കുക. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോയിൽ ആദ്യം കാണിച്ച പോലെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ബൈക്കിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും പുറത്ത് വെച്ച് ചെയ്യാതെ ഇൻഡോറിൽ ഒരു സ്പേസ് കണ്ടെത്തി നമ്മുടെ വീടിനകത്തോ എല്ലാം വെച്ച് ചെയ്യുക. അതാണ് ഒന്നുകൂടെ നല്ലത്. വെളിയിലുള്ള പൊടികളോ കാര്യങ്ങളൊന്നും കയറില്ല. നമ്മൾ ഈ ആപ്ലിക്കേറ്ററിനകത്ത് ഇതുപോലെ ആപ്ലിക്കേറ്റർ ക്ലോത്ത് എടുത്തിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് ചുറ്റിയെടുക്കുക. ഇതിന്റെ ആ സ്പോഞ്ച് ഉള്ള ഭാഗത്താണ് നമ്മൾ സൂപ്പർ സെറാമിക് കോട്ടിങ്ങിന്റെ ഡ്രോപ്പ് ഇറ്റിച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ആപ്ലിക്കേറ്ററിനകത്ത് ക്ലോത്ത് നല്ല രീതിയിൽ തന്നെ ചുറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം. അതിനായിട്ട് ബോട്ടിൽ നന്നായിട്ട് ഷേക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഈ ചുറ്റിയെടുത്ത ആപ്ലിക്കേറ്റർ പാഡിലേക്ക് അതിന്റെ ഓരോരോ തുള്ളികളായിട്ട് ഇറ്റിച്ചിട്ടാണ് നമ്മൾ വണ്ടിയിൽ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ കുളമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു, ആ ആപ്ലിക്കേറ്റർ പാഡിന് 2 സൈഡുണ്ട്. അതിന്റെ ആ ഫോം ഉള്ള സൈഡിലാണ് നമ്മൾ ഈ ഒരു 3-4 തുള്ളി ഇറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഒരു ക്രിസ് ക്രോസ് പാറ്റേൺ വരുന്ന രീതിയിൽ അതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൈക്രോ ഫൈബർ ബഫിംഗ് ടവൽ വെച്ച് അവിടെ നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇതിന്റെ പ്രോസസ്സ്. അപ്പോൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൗ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻഡോറിൽ വെച്ചിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ലൈറ്റിന്റെ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ കാണും. എന്തായാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പൊ വീഡിയോയിൽ കാണുന്നതല്ല, നമ്മൾ ആദ്യമായിട്ട് ടാങ്കിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു ലെവലിൽ അപ്ലൈ ചെയ്ത് പോവുക. അതായത് ഇപ്പൊ ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നും താഴോട്ടും നേരെ സ്ട്രൈറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നേരെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് വെർട്ടിക്കലി അതുപോലെ തന്നെ ഹൊറിസോണ്ടലി നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോഴാണ് നല്ല രീതിയിൽ നമ്മുടെ പെയിന്റഡ് സർഫസിന്റെ മേളിൽ ഇത് ഫില്ലായി കിട്ടുന്നത്. നമ്മൾ ടാങ്കിന്റെ ഒരു സൈഡ് ഏകദേശം നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം ഞാൻ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന്. അപ്പം മുകളിൽ നിന്ന് താഴോട്ട്, അതായത് ഹൊറിസോണ്ടലി ആണ് ഇപ്പൊ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വെർട്ടിക്കലി വീഡിയോയിൽ കാണുന്ന പോലെ അപ്ലൈ ചെയ്യുക. എങ്കിലേ ഇത് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആയി കിട്ടുള്ളൂ. എന്തായാലും ടാങ്ക് ഫുള്ള് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് മൈക്രോ ഫൈബർ ബഫിംഗ് ടവൽ വെച്ച് ഇത് വൈപ്പ് ചെയ്ത് മാറ്റേണ്ടത്.
ഇപ്പോൾ നമ്മുടെ സെറാമിക് കോട്ടിങ്ങിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 2-3 മിനിറ്റോളമായി. അതിനുശേഷം ഇതുപോലെ അതിനോടൊപ്പം കിട്ടിയ ബഫിംഗ് ടവൽ വെച്ച് നല്ല രീതിയിൽ അവിടെ ബഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയുമാണ് ഇതിന്റെ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ബഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു മിറർ ഫിനിഷിങ് നമുക്ക് തന്നെ കാണാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടാങ്കിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ട് മാസ്കിലും വൈസറിലും എല്ലാം തന്നെ ഈ സെറാമിക് കോട്ടിംഗ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതുപോലെ തന്നെ ചെളിയൊന്നും അധികം പിടിച്ചിരിക്കത്തില്ല. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു മഗ്ഗിൽ വെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ തന്നെ പോകും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ അത്യാവശ്യം ഏറ്റവും കൂടുതൽ നമ്മുടെ വണ്ടി അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ബേഡ്സിന്റെ പൂപ്പ്. അതൊക്കെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു പെയിന്റ് ഭയങ്കര കളർ ഫെയ്ഡ് ആകുന്നതൊക്കെ, അങ്ങനെയുള്ള വിഷയമൊന്നും സെറാമിക് കോട്ടിങ് ചെയ്താൽ കിട്ടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ ഓഫ് റോഡ് അതുപോലെ തന്നെ ലോങ് റൈഡൊക്കെ പോകുന്നവർക്ക് സെറാമിക് കോട്ടിങ്ങിനെക്കാട്ടി ഒന്നുകൂടെ ബെറ്റർ PPF ആയിരിക്കും. കാരണം കല്ല് തെറിച്ച് വീഴാനും ഒക്കെയുള്ള സാധ്യത. ഏറ്റവും കൂടുതൽ സെറാമിക് കോട്ടിങ് ഒരിക്കലും ഒരു സ്ക്രാച്ച് റെസിസ്റ്റന്റ് ഒന്നുമല്ല, ഇതൊരു പെയിന്റ് പ്രൊട്ടക്ഷൻ ട്രീറ്റ്മെന്റ് ആണ്. അതായത് നമ്മുടെ വണ്ടി എപ്പോഴും പുത്തൻ പോലെ തന്നെ ഇരിക്കും. നമ്മുടെ വണ്ടിക്ക് എപ്പോഴും ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യും. അതാണ് സെറാമിക് കോട്ടിങ്ങിന്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നത് തന്നെ വണ്ടിയുടെ മുക്ക് മൂല എല്ലാം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻ വളരെ സിമ്പിളാണ്. നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് തന്നെ ഈ ഡൈ കിറ്റ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് നേരം നല്ല കോൺസെൻട്രേഷൻ വേണം, അതുപോലെ നല്ല ഒരു ക്ഷമ വേണം ഇത് അപ്ലൈ ചെയ്യാൻ. എങ്കിലും ഇത് നല്ല പെർഫെക്റ്റ് ഫിനിഷിങ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ബാക്കി ഭാഗങ്ങളും എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ടാങ്കും അതുപോലെ തന്നെ ഫ്രണ്ട് മാസ്ക് വൈസേഴ്സ് എല്ലാം നമ്മൾ സെറാമിക് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോയിൽ എത്രത്തോളം വ്യക്തമാകുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല രീതിയിലുള്ള ഒരു ക്ലോസ്നെസ് നമ്മുടെ നോർമൽ പെയിന്റിനെക്കാട്ടി നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ വണ്ടിയുടെ മുക്കിലും മൂലയിലും എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ വണ്ടി RS200 ആയതുകൊണ്ട് തന്നെ ഒരു ഫുള്ളി ഫെയർ മോട്ടോർ ആണ്. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആണ്. ഏകദേശം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വേണം ഇതിന്റെ സെക്കൻഡ് കോട്ടിങ് അപ്ലൈ ചെയ്യാൻ. അങ്ങനെ 2 കോട്ടിങ് ആണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്. 2 കോട്ടിങ് കഴിഞ്ഞ് ഏകദേശം 2-3 ദിവസം വണ്ടി ഇതുപോലെ വെച്ചിട്ട് മാത്രമേ നിങ്ങൾ പുറത്തിറക്കാവൂ. എങ്കിലേ അതിന്റെ ഒരു കറക്റ്റായിട്ട് അത് എല്ലായിടത്തും പിടിച്ച് മാക്സിമം അതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ നമുക്ക് ഇതിന്റെ ഫുൾ പ്രോസസ്സ് ഒന്ന് കണ്ടു നോക്കാം. So high, I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through.
little brown in sight. Fly forever if you keep it tight. Love the world but keep the sky on your mind. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു മിറർ ഫിനിഷിംഗ് ആയിരിക്കുകയാണ്. വീഡിയോയിൽ എത്രത്തോളം വ്യക്തമാകുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രീതിയിൽ തന്നെ ഒരു മാറ്റമുണ്ട്. ഇനി നമുക്കൊരു 7 ദിവസം കഴിഞ്ഞിട്ട് മാത്രം വണ്ടി പുറത്തിറക്കിയാൽ മതി, എന്നാലേ ഒരു നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്നും കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇനിയും നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.